കർമ്മയാണ് എല്ലാത്തിനും വലുത്. അതൊരിക്കലും വേർതിരിവുകൾ കാണിക്കില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിച്ചിരിക്കും. സ്നേഹിക്കുക, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. മനസ്സിൽ ആഴത്തിലുള്ള മുറിവ് ഏൽപ്പിച്ചതിനു ശേഷം പിന്നെ എന്തെല്ലാം സ്നേഹപ്രകടനം നടത്തിയാലും അതൊരിക്കലും ആ മുറിവ് ഉണക്കുന്നതിനുള്ള മരുന്നാകില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. എല്ലാം സ്വയമേ ആരംഭിക്കുക. എത്ര മോശം ജലത്തിലും താമര വിരിയുന്നു. അതുപോലെയാണ് മനുഷ്യജീവിതവും. മൂല്യങ്ങൾ ഉള്ള ആളുകൾ എവിടെ പോയാലും മലിനമാവുകയില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളെ പോലെയാണ് വികാരങ്ങളും. അവ നിങ്ങളിലേക്ക് വരികയും പോകുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയും. വെറും സ്വപ്നങ്ങൾ കാണാൻ മാത്രം ഉള്ളതാകരുത് നമ്മുടെ ജീവിതം. നിങ്ങൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും അതേ രീതിയിൽ മടക്കി നൽകാത്തവരോട് ബന്ധം സ്ഥാപിക്കരുത്. അത് സ്നേഹമായാലും സൗഹൃദമായാലും അർഹിക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ സമയവും ഊർജവും നൽകുക. ചിന്തകളുടെ ശക്തി തിരിച്ചറിയാതെ പോകരുത്. ഓരോ ദിവസവും നാം എന്താണോ ചിന്തിക്കുന്നത് കാലക്രമേണ നാം അതായി മാറും. വിഡ്ഢികളോട് വാദപ്രതിവാദം നടത്തരുത്. നിങ്ങളുടെ കവിളിലെ കൊതുകിനെ അടിക്കുന്നതിന് തുല്യമാണ് അത്. ചാകുമോ ഇല്ലയോ എന്നത് സംശയമാണ്. എന്നാൽ നിങ്ങൾക്ക് വേദനിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം ഭ്രാന്തമായിരിക്കുമ്പോൾ ശാന്തത പാലിക്കുന്നത് സാമർത്ഥ്യമാണ്. നിങ്ങൾക്ക് വേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം. നിങ്ങൾക്ക് വളരെ വേഗം പോകണമെങ്കിൽ കൂട്ടത്തിൽ നടക്കണം. സുഹൃത്തുക്കളാകാൻ ആഗ്രഹിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ സൗഹൃദം പതുക്കെ പാകമാകുന്ന ഒരു ഫലമാണ്. നിങ്ങളെ ഇപ്പോൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണുനീരിൻ്റെയും കാരണം അവരല്ലെന്ന് തെളിയിക്കുക എന്നതാണ്. ഒരാൾ ജീവിതത്തിൽ സമ്പന്നനാകുന്നത് അയാളുടെ കൈവശം എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. പകരം കയ്യിലൊന്നും ഇല്ലാതെ തന്നെ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എല്ലാവരോടും ശരിയായി നിൽക്കുക. പലരോടും സൗഹൃദപരമായി പെരുമാറുക. തിരഞ്ഞെടുക്കപ്പെട്ടവരോട് മാത്രം അടുപ്പം പുലർത്തുക. ചുരുക്കം ചിലരോട് സുഹൃത്തായിരിക്കുക. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവിക്കുന്നത് എങ്കിലും നല്ലത് ചെയ്യുക. നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം സുന്ദരമായി മാറും. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വേദനിക്കണം. നഷ്ടങ്ങൾ ഉണ്ടാകണം. വിജയമറിയാൻ പരാജയപ്പെടണം. നേട്ടത്തിനായി നഷ്ടപ്പെടണം. ജീവിത മൂല്യങ്ങളറിയാൻ വേദനിക്കണം. ചിന്തകളും പ്രവൃത്തികളും മഹത്തരമെങ്കിൽ സമ്പത്തില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും നാം എന്നും മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കും. വെളിച്ചം ഉള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാല ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങൾ നന്നായി സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. ജീവിതം എല്ലായ്പ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെന്ന് വരില്ല. മനോഭാവം നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കും. ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ സന്തോഷിക്കുന്ന വഴിയിൽ ഒരു തടസ്സമാകാതെ മാറി നിൽക്കാനെങ്കിലും ശ്രമിക്കുക. അർഹതയില്ലാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത് പ്രണയമായാലും സൗഹൃദമാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടും. പിന്നെ സമാധാനം, പിന്നെ സന്തോഷം, ഒടുവിൽ നിങ്ങൾക്ക് നിങ്ങളെയും. ക്ഷമിക്കുന്തോറും കുറഞ്ഞു പോകുന്നത് നമ്മുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. ചിലതൊക്കെ ക്ഷമിക്കാം, ചിലതൊക്കെ മറക്കാം. പക്ഷെ ചിലതൊക്കെ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ്. അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ്
പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത്.